ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാം മെത്തേഡ് ഉപയോഗിച്ച്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ IBFS, ഇത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ യൂസിങ് വാം മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു അൺബാലൻസ്ഡ് പ്രോബ്ലമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾക്ക് തന്നിരിക്കുന്ന ഡിമാൻഡും സപ്ലൈയും, ഈ അവസാനത്തെ കോളത്തിൽ ഡിമാൻഡും സപ്ലൈയും തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുക. 60 + 40 + 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 150. അതുപോലെ 50, 40, 30, 120. ഡിമാൻഡും സപ്ലൈയും സെയിം അല്ല. ഡിമാൻഡും സപ്ലൈയും സെയിം അല്ലാത്ത പ്രോബ്ലത്തിനെ വിളിക്കുന്ന പേരാണ് അൺബാലൻസ്ഡ്. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് കിട്ടിയാൽ നമ്മൾ നേരത്തെ അതിൻ്റെ ടോട്ടൽ കണ്ടായിരുന്നു. ടോട്ടൽ 150യും 120 ആണെന്ന് കണ്ടു. അപ്പോൾ ഇവിടെ അതായത് ഡിമാൻഡിൽ ഒരു 30യുടെ ഡെഫിഷ്യൻസി ഉണ്ട്. 120 + 30 അതാണ് 150. ഒരു 30ൻ്റെ ഡിമാൻഡ് കുറവുണ്ട്. അതായത് നമ്മൾ ഒരു കോളവും കൂടി ആഡ് ചെയ്യണം. അവിടെ അതിനെയാണ് വിളിക്കുന്നതാണ് ഡമ്മി. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കാണാം, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡമ്മി കോളം. ഡമ്മി കോളം എന്താണ് ഡമ്മി കോളം? നമ്മുടെ ആ എക്സ്ട്രാ ഡിമാൻഡ് 150 ഡിമാൻഡ് സപ്ലൈയും സെയിം ആക്കാൻ വേണ്ടി ഒരു 30ൻ്റെ ഡിമാൻഡ് ആഡ് ചെയ്യേണ്ടിയിരുന്നു. ആ 30നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത ആ ഒരു കോളത്തിന് പറയുന്ന പേരാണ് ഡമ്മി കോളം. അവിടെ നമ്മളുടെ ഈ കോളം, അതായത് കോസ്റ്റിൻ്റെ കോളത്തിൽ ഒന്നും എഴുതാൻ പാടില്ല. ഇവിടെ എല്ലാം 0 ഇട്ടു. ഡിമാൻഡ് മാത്രം നമ്മൾ 30 ആഡ് ചെയ്യുകയാണ്. എന്തിനാണ് ഡിമാൻഡ് 30 ആഡ് ചെയ്യുന്നത്? ഇനി ആഡ് ചെയ്ത് നോക്കിയേ, 50 + 40 + 30 + 30 150 തന്നെ. 60, 40, 50 150. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വലായി. ഇങ്ങനെയാണ് നമ്മൾ ഒരു അൺബാലൻസ്ഡ് പ്രോബ്ലത്തിനെ ബാലൻസ്ഡ് പ്രോബ്ലം ആക്കി മാറ്റുന്നത്. ഓക്കെ, നൗ എങ്ങനെയാണ് നമ്മൾ വാം മെത്തേഡ് ഉപയോഗിച്ച് ഈ അൺബാലൻസ്ഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, പുതിയൊരു വാക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, റോ പെനാലിറ്റിയും കോളം പെനാലിറ്റിയും. ഇതൊക്കെ I1, I2, I3, I4 എന്ന് പറയുന്നത് ഐട്രേഷൻസ് ആണ്. ഐട്രേഷൻ, ഫസ്റ്റ് ഐട്രേഷൻ, സെക്കൻഡ് ഐട്രേഷൻ, തേർഡ്, ഫോർത്ത്. ഒരു പ്രോബ്ലത്തിൽ എത്ര ഐട്രേഷൻ വരും എന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ തൽക്കാലം എനിക്ക് പ്രോബ്ലം ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ വരച്ച് വെച്ചു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ കുട്ടികൾ ആദ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐട്രേഷൻ്റെ കോളം വരയ്ക്കുക, പിന്നെ രണ്ടാമത്തത്, അങ്ങനെ വരച്ച് പോവുക. ഓക്കെ, നൗ എങ്ങനെയാണ് ഐട്രേഷൻസ് കണ്ടുപിടിക്കുന്നത്? റോ പെനാൽറ്റീസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനു വേണ്ടി ഏറ്റവും ആദ്യം ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോയിൽ ഏറ്റവും ചെറിയ വാല്യൂ, നമ്മളിവിടെ സീറോസ് ഇട്ടേക്കുന്നത് കൊണ്ട് ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. അതിൻ്റെ തൊട്ട് വലിയ വാല്യൂ, അപ്പോൾ ഇതിൻ്റെ തൊട്ട് വലിയ വാല്യൂ ഏതാണ്? 9 ആണ്. അപ്പോൾ 0യും 9ും തമ്മിലുള്ള വ്യത്യാസം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് ആൻഡ് ദ നെക്സ്റ്റ് ബിഗസ്റ്റ്? 0 - 9. അപ്പോൾ എത്രയാണ്? 9. അടുത്ത റോയിൽ, y എന്ന് പറയുന്ന റോയിൽ ഏറ്റവും ചെറുത് 0 ആണ്, ഏറ്റവും വലുത് 8 ആണ്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ എത്ര വരും? ഡിഫറൻസ് എത്ര വരും? 0 - 8, ദാറ്റ് ഈസ് 8. അടുത്തത് 0, ഇവിടെ അതിൻ്റെ തൊട്ട് വലിയ വാല്യൂ ഏതാണ്? 7 ആണ്. 8, 7, 12, വലുത് 7. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 0, 7, ഡിഫറൻസ് ഇസ് 7. അതുപോലെ കോളം പെനാലിറ്റീസ് കണ്ടുപിടിക്കണം. ഈ കോളത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ, അതിൻ്റെ തൊട്ട് വലിയ വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ 9 ആണ്, അതിൻ്റെ തൊട്ട് വലിയ വാല്യൂ 10 ആണ്. അപ്പോൾ കോളം പെനാലിറ്റി എത്രയാണ്? 1. ഇവിടുത്തെ ഏറ്റവും ചെറുത് 7, അതിലും വലുത് 8. അപ്പോൾ കോളം പെനാലിറ്റി എത്ര കിട്ടി? 1 കിട്ടി. ഇവിടെ ഏറ്റവും ചെറുത് 8, അതിൻ്റെ തൊട്ട് വലുത് 10. അപ്പോൾ കോളം പെനാലിറ്റി എത്രയാണ്? 2. ഇവിടെ എല്ലാം 0 ആണ്. അപ്പോൾ ഏതെങ്കിലും തമ്മിൽ ഡിഫറൻസ് നോക്കി എത്ര കിട്ടും? 0 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കോളം പെനാലിറ്റിയും റോ പെനാലിറ്റിയും കിട്ടി. ഇനിയുള്ള സ്റ്റെപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഐട്രേഷൻ നമ്മളെല്ലാ വാല്യൂസും കണ്ടു. അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അത് സർക്കിൾ ചെയ്യുക. അതിലേറ്റവും വലിയ വാല്യൂ സർക്കിൾ ചെയ്തു. ഇനി ആ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ്, അതിപ്പോൾ ചിലപ്പോൾ ഇവിടെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ കോളത്തിലെടുക്കുക,
റോ ഇവിടെയാണ് കിട്ടിയെങ്കിൽ ആ കറസ്പോണ്ടിങ് കോളം, ആ കറസ്പോണ്ടിങ് കോളത്തിൽ ഈ കോളത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ, ഐട്രേഷനിൽ ഏറ്റവും വലിയ വാല്യൂ എടുത്തു, കറസ്പോണ്ടിങ് കോളം കിട്ടി, ആ കോളത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ, അതായത് ഇതാണ് നമ്മളുടെ ഏറ്റവും ചെറിയ വാല്യൂ. അവിടെ ഈ കോർണറിലായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ഇടുക. അതിൽ നമ്മൾ അലോക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ ഇവിടെ അലോക്കേഷൻ ഡിമാൻഡും സപ്ലൈയും എത്രയുണ്ട് നോക്ക്. 30 ഉണ്ട്, 40 ഉണ്ട്. നമുക്ക് മാക്സിമം എത്ര അലോക്കേറ്റ് ചെയ്യാൻ പറ്റും? 30 അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30 അലോക്കേറ്റ് ചെയ്തു. ഈ 30 ഇവിടെ കട്ട് ചെയ്തു. ഈ കറസ്പോണ്ടിങ് ഇനി ഇവിടെ അലോക്കേഷൻ ഇല്ല, കാരണം ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയി. ഇവിടെ അലോക്കേഷൻ കംപ്ലീറ്റ് 0 ആയിപ്പോയി. ഇവിടെ എത്ര ബാക്കിയുണ്ട്? ഇവിടെ 10 ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഐട്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ഐട്രേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ റോ പെനാലിറ്റി ആൻഡ് കോളം പെനാലിറ്റി കണ്ടുപിടിക്കുന്നു സെക്കൻഡ് ഐട്രേഷന് വേണ്ടി. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇനിയുള്ളതിൽ വെച്ചിട്ട്, അതായത് ഈ കോളം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി ഈ കോളം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ബാക്കിയുള്ളതിൽ വെച്ച് ഏറ്റവും ചെറുതും അതിൻ്റെ തൊട്ട് വലുതും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ 9ഉം 10ഉം ആണ്. ഡിഫറൻസ് എത്ര കിട്ടും? 1 കിട്ടും. അടുത്തത് 8ഉം 10ഉം. 8ഉം 10ഉം ഡിഫറൻസ് 2. ഇവിടെ എത്രയാണ്? 7ഉം 8ഉം ഡിഫറൻസ് 1. ഇങ്ങോട്ട് വരുന്നു കോളം പെനാലിറ്റിയിൽ. ഇവിടെ എത്രയാണ് ഏറ്റവും ചെറുത്? 9, അതിൻ്റെ തൊട്ട് വലുത് 10. ഇത് തന്നെ 7ഉം 8ഉം ഡിഫറൻസ് 1, 8ഉം 10ഉം ഡിഫറൻസ് 2. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ഒന്നുമില്ല, അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി 0 ഒന്നും ഇടണ്ട, ജസ്റ്റ് ഒരു ഡാഷ് ഇട്ടാൽ മതി. വെച്ചാൽ ലൊക്കേഷൻ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൾ റൈറ്റ്. ഇനി ഇതിൽ നമ്മൾ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മളെന്താ ചെയ്യേണ്ടത്? ഐട്രേഷൻ നമ്പർ 2ൽ ഏറ്റവും വലിയ വാല്യൂ. ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ വരാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും ഒരു 2 ഉണ്ട്. വലിയ നമ്പേഴ്സ് 2 ആണ്, അത് 2 എണ്ണം ഉണ്ട്. ഐഡിയലി ഏത് വേണമെങ്കിലും എടുക്കാം. ഒന്നെങ്കിൽ ഈ 2 എടുക്കാം, അല്ലെങ്കിൽ ഈ 2 എടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ 2 എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് ദിസ്. അത് ഞാനിത് സർക്കിൾ ചെയ്തു. ഇഷ്ടമാണ്, ഏത് വേണമെങ്കിലും എടുക്കുക. ഇത് വേണമെങ്കിൽ ഇത് എടുത്തോളൂ. ഇവിടെ 2 എടുത്തു. എന്നിട്ട് നമ്മൾ നോക്കുന്ന എന്താണ്? കറസ്പോണ്ടിങ് കോളം. ഈ കോളം എടുത്തു. ഈ കോളത്തിൽ ഏറ്റവും ഏതാ എടുക്കേണ്ടത്? ഇവിടെ വലിയ വാല്യൂ, ഇവിടെ ചെറിയ വാല്യൂ. ഇവിടുത്തെ ചെറുത് എത്ര വരും? 8 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ 8ൻ്റെ ഇവിടെ ഒരു ബോക്സ് ആഡ് ചെയ്തു. ഡിമാൻഡ് 40, സപ്ലൈ 60. മാക്സിമം എത്ര അലോക്കേറ്റ് ചെയ്യാം? 40 അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ 40 അലോക്കേറ്റ് ചെയ്തു. 40 മൊത്തം പോയി. അപ്പോൾ ഇനി നമുക്കിതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടും കട്ട് ചെയ്തു. ഇനി 60 എത്രയായി മാറി? 40 - 60 is 20. അത് 20 ആയി. അങ്ങനെ സെക്കൻഡ് ഐട്രേഷനും കഴിഞ്ഞു. ഇനി തേർഡ് ഐട്രേഷനിലേക്ക് പോകുമ്പോൾ ഈ ഡി കോളവും ബി കോളവും എടുക്കാൻ പാടില്ല. എയും സിയും തമ്മിലാണ് നമ്മൾ നോക്കുന്നത്. എയും സിയിലും ഏത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഐട്രേഷനിൽ എഴുതുക. 9ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1. 10ഉം 12ഉം 2. 12ഉം 8ഉം 4. താഴേക്ക് വരുന്നു. ഇവിടെ ഏറ്റവും ചെറുത് 9, 10. 1. ഇത് ഐട്രേഷൻ നമ്മൾ അലോക്കേഷൻ കഴിഞ്ഞാണ്. ഡാഷ് ഇടാം. 8ഉം 10ഉം 2, വീണ്ടും ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഐട്രേഷൻ നമ്പർ 3 കഴിഞ്ഞു. ഇനി ഇതിൽ ഹയസ്റ്റ് വാല്യൂ എടുക്കണം. ഹയസ്റ്റ് വാല്യൂ ഏതാണ്? ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ ഒന്നേ ഉള്ളൂ, 4 ആണ്. 4 അലോക്കേഷൻ ചെയ്തു. 4ൽ നമ്മൾ കറസ്പോണ്ടിങ് കോളം റോ എടുക്കുകയാണ്. ഈ റോയിൽ നമുക്ക് 2 വാല്യൂസ് ഉള്ളൂ, 8 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ എടുക്കേണ്ട ഏതാണ്? ചെറുതാണ്. ചെറുത് ഏതാ? 8. അപ്പോൾ ഇതിൽ അലോക്കേഷൻ 30 ഉണ്ട്, 50 ഉണ്ട്. അപ്പോൾ 30 അലോക്കേറ്റ് ചെയ്തു. 30 കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ എൻറ്റയർ റോ കട്ടായി പോയി. ഇനി ഇവിടെ 50 എത്രയായി മാറി? 50 - 30 പോയാൽ ബാക്കി 20. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ ഐട്രേഷൻ നമ്പർ 3യും കഴിഞ്ഞു. ഇനിയുള്ളത് ഐട്രേഷൻ നമ്പർ 4 ആണ്. പക്ഷേ ഐട്രേഷൻ നമ്പർ 4ലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഒറ്റ ഒരു കോളം, ഇതെല്ലാം കട്ടായിപ്പോയി, ഇത് 3ഉം കട്ടായിപ്പോയി, ഈ ഒറ്റ ഒരു കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഇവിടെ എടുത്തെഴുതാം. 9, 10, 12. കാരണം മൈനസ് ചെയ്യാൻ ഒന്നുമില്ലല്ലോ. ഇവിടെ വരുമ്പോൾ മൈനസ് ചെയ്യണം. ചെറുത് ഏതാണ്?
9ഉം 10ഉം വ്യത്യാസം 1. ഇവിടെ ഐട്രേഷൻ, ഇത് അലൊക്കേഷൻ കഴിഞ്ഞു, ഇത് അലൊക്കേഷൻ കഴിഞ്ഞു, ഇത് അലൊക്കേഷൻ കഴിഞ്ഞു. ഈ എൻറ്റയർ 1 2 3 4 നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? നമ്പർ 12 ആണ്. 12 സർക്കിൾ ചെയ്യുക. ഇനി 12ന് നേരെ അലൊക്കേഷൻ ചെയ്യണം. അതായത് ഈ ഒരു 12 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, അതിലാണ് നമ്മളുടെ അലൊക്കേഷൻ പോകേണ്ടത്. അലൊക്കേഷൻ പോകുന്നു. 50 ഉണ്ട്, 20 ഉണ്ട്. ഇവിടെ 20 ബാക്കിയുള്ളൂ. അപ്പോൾ 20 ഇവിടെ അലോക്കേറ്റ് ചെയ്തു. ഈ 20 കട്ട് ചെയ്തു. ഇവിടെ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല. ഈ 50ൽ നിന്ന് 20 കുറക്കുമ്പോൾ 30. ഓക്കെ, ഇനി ഐട്രേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലായി ഇനി ആകെ 2 എണ്ണം ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് അലൊക്കേഷൻ ചെയ്യാം. അപ്പോൾ അടുത്തത് ഏതാണ്? അടുത്ത ചെറുത് ഏതാണ്? 9 ആണ്. ഈ 10ലും 9 കൊടുക്കുമ്പോൾ ചെറിയ നമ്പേഴ്സിലാണ് അലൊക്കേഷൻ വരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ 9ൽ അലൊക്കേറ്റ് ചെയ്യുമ്പോൾ 10 ഉണ്ട്, 30 ഉണ്ട്. അപ്പോൾ 10 അലൊക്കേറ്റ് ചെയ്തു, 10 0 ആയി, 30 20 ആയി. ആ 20 ഇവിടെ കാരണം അത് മാത്രമേ ബാക്കിയുള്ളൂ. 20 അലൊക്കേറ്റ് ചെയ്തു, ഇവിടെ 20 ഉണ്ടായിരുന്നു, 0 0. പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെ അലൊക്കേഷൻസ് എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഈ നമ്പേഴ്സ് ഏതൊക്കെയാണോ അലോക്കേറ്റഡ് സെൽസ്, ആ അലോക്കേറ്റഡ് സെൽസ് നമ്മൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇതൊരു അലോക്കേറ്റഡ് സെല്ലാണ്, ഇതൊരു അലോക്കേറ്റഡ് സെല്ലാണ്, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ഇത്രയും അലോക്കേറ്റഡ് സെൽസ് ഉണ്ട്. അതെല്ലാം ഒന്ന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 9 10 × 9 പ്ലസ് 20 × 10 20 × 12 അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1090. സോ ₹1090 ആണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വാം മെത്തേഡ് ഉപയോഗിച്ച് ഒരു അൺബാലൻസ് പ്രോബ്ലത്തിൻ്റെ നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. കൃത്യമായിട്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. കാരണം ഒത്തിരി കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളതാണ്. ഹയസ്റ്റ് വാല്യൂ, ചെറിയ വാല്യൂ, ഐട്രേഷൻസ് എടുക്കുന്നത്, ഇവിടെ എടുക്കുന്നതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഞാനൊരു പ്രാക്ടീസ് പ്രോബ്ലം കൊടുക്കുന്നുണ്ട്. സോ ഡു ഇറ്റ് വെരി കെയർഫുള്ളി ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.